നിങ്ങൾ അവിടെ സിസ്റ്റർമാരത് കാണുന്നുണ്ടെങ്കിൽ അവര് കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. മാക്സിമം കടിച്ചു പിടിക്കാൻ പറ്റുന്ന വേദന ഞാൻ കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷന് പോലെ ചെറു ഓടി വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ കൊച്ചിന്റെ തല കണ്ടു തോന്നുന്നു. പിന്നെ ഭയങ്കര സിസ്റ്ററാണ്. ഇങ്ങനെ മറ്റേ ബെഡ്ഷീറ്റ് എന്തൊരു സാധനം പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. കൊച്ചു തട്ടിക്കട. അപ്പൊ സംഭവിച്ചത് ഡോക്ടറെ വിളിക്കട്ടെ അവർക്കൊന്നും പറയാൻ കാര്യമില്ല. കാരണം വെൽക്കം ബാക്ക് ടു നിഖിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ കുറെ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും നാളായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്താൽ അതിന്റെ അടിയിൽ ഇപ്പോഴും നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എന്റെ സ്വന്തം ഡെലിവറി സ്റ്റോറിയാണ്. വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ കമന്റ് ഉണ്ടാവും. ഇത് അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇപ്പൊ നൂനായത് ഭാവിക്ക് ഇപ്പൊ ഒരു 9 മാസത്തോളം അവറായിട്ടുണ്ട്. ഇപ്പോഴാണ് അപ്പൊ ഇത്രയും നാള് കഴിഞ്ഞിട്ടാണ് നമ്മള് വീഡിയോ എടുക്കണത്. ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ പറയാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 24 hours ആണ് എങ്ങനെയായിരുന്നു സംഭവം. കുറച്ച് സംഭവബഹലമായിരുന്ന മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നു. ഞാനോ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പൊ എണീക്കണേക്ക് മുന്നേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കണൊക്കെ വിചാരിച്ചു. അപ്പഴേക്കും നമ്മുടെ ആളെ എണീറ്റ് വന്നു. അപ്പൊ അവരുറക്കച്ചടവിലാണ് നമ്മുടെ ആളോട് ഇരിക്കുന്നത് കേട്ടാ. അല്ലേ യാനു? ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ട്രൗസർ ഇട്ടു. യാനു നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരും. A for B for ball. C for cat. Me. D for dog. E for elephant. ഞാൻ LKG പോയി തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ പഠിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് പഠിച്ച സാധനങ്ങളാണ്. അപ്പൊ അത് ഞാൻ ഉറക്കത്തിന് എണീറ്റിട്ടും ഞാൻ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഗുഡ് ബൈ. അപ്പൊ നമ്മള് വീണ്ടും ബാക്ക് ടു ടോപ്പിക് ആണ്. അപ്പൊ ഒരു സൺഡേ ആയിരുന്നു അത്. ഡെലിവറിയുടെ തലേ ദിവസം. അപ്പൊ അന്ന് ആക്ച്വലി ഞങ്ങള് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് എന്തോ ഒരു പതിവില്ലാത്തൊരു ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിഖിൽ ചേട്ടന് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കാനായിരുന്നു, ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു ചെറിയ ഡേറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ ഇവൾക്ക് ചിലപ്പോ ഡെലിവറി നേരത്തെ ആവാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് October 31st ആണ് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഡെലിവറി നടന്ന October 9th കുറച്ച് നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഫ്രണ്ടിലോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് യാനോന് ഹിസ്റ്ററി ഉണ്ടായിരുന്നു, 1 മാസം മുന്നായിരുന്നു. അപ്പൊ അത് കാരണം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് രാവിലെ പതിവില്ലാണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു പള്ളി പോക്ക് മുടക്കാറില്ല, മീൻ സൺഡേസ് ഇട്ടാ. അപ്പൊ അന്നൊരു ക്ഷീണം പോലെ ഫീൽ ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞെന്നാ പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ടാണ് കുർബാന കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിഖിൽ ചേട്ടനാണെങ്കിൽ അന്ന് പോയി ഇന്റർനാഷണൽ മാച്ചിന് പറവൂർക്ക് പോയിട്ടാ. പറവൂരായിരുന്നു അവർ ഇന്റർനാഷണൽ ഗ്രൗണ്ട്. നല്ല വെയിലും കത്തിക്കരിഞ്ഞൊരു മാച്ചായിരുന്നു. ഒരു ബാറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അതാണ് ഭയങ്കര അത്ഭുതം. അപ്പൊ അങ്ങനത്തെ ഒരു മാച്ചിനായിട്ട് ഞാൻ പോയി. അപ്പൊ ഇവള് ഇടയ്ക്ക് വിളിക്കണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ വിളിച്ചില്ല, മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കില്ലാന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് പോണോണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ ചെറിയ വേദനകളും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പൊ അന്നെന്ന് പറയുകയാണെങ്കിൽ നിഖിൽ ചേട്ടനില്ല, എനിക്ക് ചെറിയ ചെറിയ വേദനകൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഞാൻ ഡെലിവറി ആവും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ ഈ നമ്മുടെ ഡെലിവറി കഴിയുന്നതോടുകൂടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഫോളും ഹെയർ ലോസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 പ്രോഡക്ട്സ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, മാമ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാംപൂ പ്ലസ് മാമ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ കണ്ടീഷണർ. അതിന്റെ കൂടെ നമ്മുടെ താരം എന്ന് പറയുകയാണെങ്കിൽ മാമ എർത്തിന്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറം ആണ് കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കാലപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറം ആണ്. അപ്പൊ ഞാൻ 1 by 1 ആയിട്ട് പറയാം. അതിനു മുന്നേ മാമ എർത്തിന്റെ ബ്രാൻഡിനെ കുറിച്ചല്ല, അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്. മാമ എർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലൊരു ഹാർംഫുൾ കെമിക്കൽസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാം. ഈ ഒരു റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പൂവിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ്മേരി ഓയിൽ, റോസ്മേരി ആൻഡ് മെതി തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷാംപൂയിലും വരുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ലോണം
എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ തന്നെ അത് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഈ പ്രോഡക്ട്സ് എല്ലാം എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ മെയ്ഡ് സേഫ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 3 പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാമാർത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് അഡീഷണൽ ഓഫേഴ്സ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 20% ഓഫറും കിട്ടും. അതുപോലെ തന്നെ മാമാർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടും എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ കാണുകയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ മാമാർത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് കേൾക്കാനും അതുപോലെ തന്നെ റിവ്യൂസിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താൻ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ്സിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും അവർ തയ്യാറാണ്. അവരൊരു ഒണിയൻ ഷാമ്പൂ ഉണ്ടായിരുന്നു, അത് അവർ കസ്റ്റമർ റിവ്യൂ അനുസരിച്ചിട്ട് ഒരുപാട് അപ്ഡേഷൻസ് വരുത്തിയിട്ട് ഇപ്പോൾ വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡെലിവറി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. ചെറിയൊരു വയ്യായി അങ്ങനെയൊക്കെ. ഒന്നാമത്തേൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നോണിന്റെ ടൈമിൽ ഞാൻ ഒരു മിനിറ്റ് പോലും ഇരുന്നിട്ടില്ല. ഫുൾ ടൈം കടയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവോൾവ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു എത്ര മാസം നമ്മള് 7 മാസം കൊണ്ട് വരെ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങള് രാവിലെ പോകുമ്പോ ഞങ്ങള് സമയം കയ്യിലെടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പൊ വളരെ സ്ലോയില് പോകേണ്ട വഴി കൂടെ ഒക്കെ ഞങ്ങൾ അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതെനിക്ക് തോന്നുന്നു വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ഞങ്ങൾ സ്ലോയില് എത്താൻ വേണ്ടി. പിന്നെ 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വണ്ടി എടുത്തതും. അത് കഴിഞ്ഞിട്ട് കാർ മേടിച്ചത്. അപ്പൊ കാർ മേടിച്ചതിന് ശേഷമാണ് പിന്നെ കാറിൽ പോയി തുടങ്ങി. പക്ഷെ എന്നാലും കാറിൽ പോകുമ്പോഴും കുറച്ച് സ്ലോയില് പോകേണ്ടതാണ്. പക്ഷെ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂനു അത്യാവശ്യം നേരത്തെ ആവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അവൾക്ക്. അതും ഉണ്ടായിരുന്നുണ്ടാവും. അപ്പൊ എന്നിട്ട് എനിക്ക് ചെറിയൊരു ഇങ്ങനെ വേദന, ഒരു ക്ഷീണം പോലെ തണ്ടൽ വേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തില്ലാവട്ടെ എന്തായാലും ഹോസ്പിറ്റൽ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു, വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം, പോയി ജസ്റ്റ് നോക്കിയിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനപ്പോ നിഖിൽ ചേട്ടൻ ഇല്ല, പിന്നെ നിഖിൽ ചേട്ടൻ പറവൂരാണ്, ആളെ വിളിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോവാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ആള്. പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവൾക്ക് വെച്ച് കഴിഞ്ഞാൽ വേദന കടിച്ചു പിടിച്ചിരുന്നു വെച്ച് കഴിഞ്ഞപ്പോ അന്ന് സൺഡേ ആയിരുന്നല്ലോ. അപ്പൊ മെയിൻ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലില് എപ്പിഡ്യൂറിയൽ ഇഞ്ചക്ഷൻ ചെയ്യണത് മൺഡേ ടു സാറ്റർഡേ ഫ്രൈഡേ വരെ കണ്ടാണെന്ന് ആരോ പറഞ്ഞ, അത് ഫാക്ട് ആണോന്ന് പറഞ്ഞു കേട്ടോന്നല്ല. ഇനിയിപ്പോ എപ്പിഡ്യൂറിയൽ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ഇനി സൺഡേ ആയ കാരണം ആ എടുക്കുന്ന ഡോക്ടർ വരാണ്ടിരിക്കുവോ അങ്ങനെ എനിക്കൊരു ടെൻഷൻ വന്നു. ഭയങ്കര അങ്ങനത്തെ വേദന സഹിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ വേദനയായിരുന്നു, ചെറിയൊരു ഇത് അങ്ങനെ. അപ്പൊ അതങ്ങനെ പോയി. പിന്നെ വൈകി എന്ന് വെച്ചാൽ ക്ഷീണമാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇത് വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ അങ്ങനെ പോയി. വൈകിട്ടായപ്പോ അതെനിക്ക് ഞാൻ തിരിച്ചെത്തിയില്ല. ഞാൻ നേരത്തെ വന്നു. അവരെല്ലാവരും അത് കഴിഞ്ഞ പരിപാടി പാർട്ടിക്ക് ഉണ്ടായിരുന്നു. റണ്ണേഴ്സ് ഒക്കെ ആയിരുന്നു കളിയില്. പക്ഷെ പാർട്ടിക്ക് നിൽക്കാണ് ഞാൻ വേഗം പോകുന്നു. കാരണം ഇവള് കോൾ ചെയ്തു. പിന്നെ അപ്പൊ ഞാൻ വേഗം പോകുന്നു. കാരണം സംഭവം പോയത് അത്ര റൈറ്റ് ആയിട്ടൊരു കാര്യമല്ല. ഇവള് ഇവിടെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മളൊരു ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം നമ്മൾ പോയി. അപ്പോ അത് കാരണം ഞാൻ വേഗം പോകുന്നതിന്റെ സെൻസ് കളി കഴിഞ്ഞപ്പോ പിന്നെ വേറെ പരിപാടിക്ക് നിൽക്കാണ്ട് പോകുന്നു. അപ്പൊ നൈറ്റിൽ എത്തിയപ്പോഴും ഇങ്ങനെ പറഞ്ഞു, നൈറ്റല്ല ഈവനിങ്ങിൽ എത്തിയപ്പോഴും അങ്ങനെ പെയിൻ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ല പെയിൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ മുന്നത്തെ പോലെ അങ്ങനെയായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പോയി. ഞാനും ഉണ്ട്, ഞാനും കൂടെ കളിച്ചിരുന്നു, പ്രാർത്ഥന കെടുപ്പ് തന്നെയായിരുന്നു തോന്നുന്നു. ഞാൻ രാത്രി ആയപ്പോ പിന്നെ ഞങ്ങളിപ്പോ അതുപോലെ ഉറങ്ങാൻ കിടന്നു. ഒരു 11 മണി, ഒരു 10 മണിയൊക്കെ തൊട്ട് എനിക്ക് ചെറിയ വേദനകൾ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ കിടക്കും. രാവിലെ ആക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ സംഭവം ചെറിയ വേദനകൾ എനിക്ക് ആയി തുടങ്ങി. പക്ഷെ എന്നാലും അതും അതേ സൈക്കബിൾ വേദനയായിരുന്നു, അൺസൈക്കബിൾ വേദനയായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി. പിന്നെ ഒരു 11 മണി കഴിഞ്ഞപ്പോ ഇതിനി അതിനെയായിരിക്കും. പിന്നെ ഇങ്ങനെ കുറെ നേരം നിൽക്കുമല്ലോ. എന്തായാലും പെട്ടെന്നൊന്നും എന്തായാലും ഡെലിവറി ആവായിരിക്കില്ല, കുറച്ച് സമയം എടുക്കുന്നു. രാവിലെ പോയാൽ മതി. അതായിരിക്കാം ചിലപ്പോ, അല്ലാതാവാം. കാരണം എനിക്ക് ഞാനിന്റെ സമയത്ത് തലേ ദിവസം ഫുള്ള് ഇങ്ങനെ ഇടക്കിടക്ക് വേദന ഉണ്ടായിരുന്നു. ആ വേദന അപ്പൊ ഞാൻ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജനിച്ചത്. അപ്പൊ എന്തായാലും നാളേക്ക് ആയിരിക്കും മിക്കതും. അപ്പൊ ഇന്നിപ്പോ രാത്രി അവിടെ പോയി കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോ രാവിലെ ആകുമ്പോ പോവാന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതിനിടെ കിടന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങി. ഇന്റർവെൽസ് ഇങ്ങനെ വേദനയുടെ ഇതിങ്ങനെ കുറച്ചേരം വന്നു പോയി, കുറച്ചേരം വന്നു പോയി, കുറച്ചേരം വന്നു അങ്ങനെ
അപ്പൊ ഞാൻ ഇടക്കിടക്ക് സമയം നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാണ് എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല. എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നു. നീച്ചയുടെ കൂട്ടുവായ സോറി കൂർക്കവലി, ഞാനൊരു കഥ വലിയ കൂർക്കവലി അപ്പുറത്ത് വരുന്നുണ്ട്. ഞാന് ഭയങ്കര നല്ല വെയിലുണ്ടായതുകൊണ്ട് ചെയ്യണ്ടായിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ റെസ്പോൺസിബിൾ അല്ലാണ്ടല്ല ആക്ച്വലി. എല്ലാ കേക്കുണ്ടായിരുന്നു. ഇടത്ത് ഞാൻ ചേട്ടാ എനിക്ക് ചെറിയ വേദന എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കണമില്ല അറിയണമില്ല ഒന്നുമില്ല. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്തിട്ട് അപ്പൊ ആളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അപ്പന്റെ വേദന പോയി. അപ്പൊ കുഴപ്പമില്ല തോന്നുന്നില്ല അവിടെ തന്നെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നോട്ട് എണീക്കണ അങ്ങനെ തിരിഞ്ഞു മറന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ മറ്റേ വാട്ടർ ബ്രേക്ക് ആയണ്ടേ. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കും ബ്രേക്ക് ആയിട്ടൊന്നും ആവില്ല, തോന്നുന്നതായിരിക്കും. മെയിൻ ആയിട്ടുള്ള സംഭവം ഹെഡിൽ അത് ഇരിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവിടെ പോയിട്ട് ചെയ്യാം, വേദന എടുക്കാണ്ട് പ്രസവിക്കണം. അത് വാട്ടർ ബ്രേക്ക് ആയപ്പോ അങ്ങനെ അത് വാട്ടർ ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. 1 മണിക്കൂറോളം അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞു കിടക്കാം. പിന്നെ ഞാനൊന്ന് എനിക്ക് ഫയറിന്റെ അവിടെ ചെറിയ വേദന പോലെ യൂറിൻ പാസ് ചെയ്ത ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിട്ടായിരിക്കും വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ടാ. അപ്പൊ പോയപ്പോ കൺട്രോൾ ഇല്ലാണ്ട് വെള്ളം പോയി ബ്ലഡും പോകുന്നുണ്ട്. അപ്പൊ മനസ്സിലായി ശരിക്കും ഇത് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ടീച്ചറിന് പറഞ്ഞു ചേട്ടാ എനിക്ക് ചോര വരുന്നുണ്ട്, വെള്ളം ബ്രേക്ക് ആയി നമുക്ക് പോവാന്ന് പറഞ്ഞു. മനുഷ്യ പേടിക്കാൻ വേറെ പക്ഷെ പേടിയൊന്നും കാണിച്ചൊന്നുമില്ല. അതാണ് പേടിയുള്ള കാണിച്ചില്ല, അത് ഉള്ളിലുണ്ട്. അത്ര ഞാൻ ടെൻഷനായി പോയി. കാരണം ബ്ലഡ് വരുന്നത് ദൈവം എന്താണ് ഇപ്പൊ അവിടെ ചെന്നിട്ട് അല്ലെ ഇപ്പൊ എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, നമുക്ക് അത്ര ടെൻഷൻ ഉള്ളിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡോക്ടർ പൊട്ടിക്കണം ചെയ്തു. ഇതിനുള്ള ഫുള്ള് കോമ്പൻസേഷൻ ഇനി കഥ ഡെലിവറി സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ. എന്നിട്ട് ഞങ്ങള് അപ്പൊ തന്നെ വേറെ റെഡി ചെയ്യാൻ ഓൾറെഡി ബാഗൊക്കെ പാക്ഡ് ആയിരുന്നു. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിശപ്പ്. സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്, ഒന്നും ഉണ്ടായില്ല. ഒരു ഉണ്ണിയപ്പം ഓർമ്മ എനിക്കില്ല, 8 മാസമായി. അല്ല അപ്പൊ ഞാൻ അമ്മ എനിക്ക് എന്തെങ്കിലും തിന്നാവുന്ന ഒരു ഉണ്ണിയപ്പം എന്താ പറയാ. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇങ്ങോട്ട് ഞാനും മമ്മിയും വേഗം പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി ഇറങ്ങി. അമ്പലി അറിഞ്ഞിട്ട് പോലില്ല, അമ്പലം ഉറങ്ങാ. പിന്നെ ഞാനും ഉറങ്ങാ, അറിഞ്ഞിട്ട് പോലില്ല. ഇപ്പോൾ നല്ല കൂർക്ക വെച്ച് പപ്പ ഉണ്ടായിരുന്നു, പപ്പയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി ഇവനെ. ഞങ്ങള് 3 പേരും ഇറങ്ങി. എന്നിട്ട് ഞങ്ങള് എത്തി അവിടെ ലേബർ റൂമിൽ കയറി ഇവിടെ കയറ്റി. കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ കൊറോണ പ്രസവം ആയതുകൊണ്ട് ഞാനും ലേബർ റൂമിലല്ലായിരുന്നു ഡെലിവറി ചെയ്തത്. ലേബർ റൂമിന്റെ തൊട്ടടുത്തുള്ള വേറെ റൂമിലായിരുന്നു. ഞാനും ടെസ്റ്റുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, ലേബർ റൂമിൽ കയറി. അതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അകത്ത് കിടന്ന് കരയണ സൗണ്ട് പുറത്തോട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട് എന്താണ് ഇതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഡോക്ടറിനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ ഓൺ കോളിൽ ഉണ്ടാവും ഡോക്ടർ. അപ്പൊ ഇതിന്റെ കോൺട്രാക്ഷൻ നോക്കിയിട്ടാണ് അത് വിളിക്കുക. അവർ ഇത്രയും സെന്റിമീറ്റർ അങ്ങനെ ആകുമ്പോഴാണ് വിളിക്കുക. അപ്പോ ഡോക്ടർ വിളിച്ചു. അപ്പൊ അവര് കയറി ഒരു ടെസ്റ്റ് ചെയ്തപ്പോ ഒരു പെയിൻ ഒക്കെ നോക്കിയത് ലേബർ പെയിൻ തന്നെയാണ്, ഡെലിവറി ഉണ്ടാവും. ഡെലിവറി ഉണ്ടാവുന്നത്. പിന്നെ വാട്ടർ ബ്രേക്ക് ആയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ എന്റെ അടുത്ത് വാട്ടർ ബ്രേക്ക് ആയ കാരണം എന്തായാലും ഡെലിവറി ഉണ്ടാവും അങ്ങനെ ഇതിൽ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു എന്താ നേരത്തെ ഇപ്പൊ വരാന്, നേരത്തെ വന്ന് അത് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഭയങ്കര ലേറ്റ് ആയത് ഇങ്ങനെ പറയണ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ബാക്കി അവരെ പ്രൊസീജിയർ ഒക്കെ ചെയ്തു കേട്ടോ അവര്. പിന്നെ എനിക്ക് വേദനയൊക്കെ ആയി തുടങ്ങി. അപ്പൊ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് ഡോക്ടർ ടൈം എടുക്കും അങ്ങനെ. പിന്നെ അപ്പൊ അവര് ഇങ്ങനെ എനിമിയെന്നല്ലേ പറയുന്നത്, അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി വാട്ടർ ബ്രേക്ക് ആയല്ലോ. അപ്പൊ ഇനി എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് ഡെലിവറി നടക്കും വിചാരിച്ചിട്ട് ആ സംഭവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇടക്കിടക്ക് നല്ല വേദന വരുന്നുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ കരയില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എത്ര വേദനയിലും ഹോൾഡ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി കഥ നിങ്ങൾ അവിടെ സിസ്റ്റർമാരത് കാണുന്നുണ്ടെങ്കിൽ അവര് കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ റിയൽ ആയിട്ട് പറയില്ല, അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ മാക്സിമം ചെറിയ അങ്ങനെ വേദന മാക്സിമം കടിച്ചു പിടിക്കാൻ പറ്റുന്ന വേദന ഞാൻ കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇഞ്ചക്ഷൻ പോലെ അപ്പൊ മാക്സിമം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ വേദന വരുമ്പോ ഇങ്ങനെ അങ്ങനെ ഒച്ച ഒന്നും ഉണ്ടാക്കിയിട്ടും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ആദ്യ തുടക്കത്തില് കാര്യങ്ങൾ വന്ന് അത് കഴിഞ്ഞിട്ട് ഇല്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ അഡ്മിറ്റ് ആയിരുന്നു 5 മിനിറ്റ് പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു. 3 മണിക്കൂർ അഡ്മിറ്റ് ആയി. 6:15 3 മണിക്കൂറിൽ ഡെലിവറി കഴിഞ്ഞോട്ടാ. പിന്നെ വെള്ളം പൊട്ടും ചെയ്തല്ലോ. അത് ഡോക്ടറിനടുത്ത് പറഞ്ഞു. ഡോക്ടർ വന്ന് നോക്കിയപ്പോ ഇവരാദ്യം ഈ എനിമിയ തന്നിട്ടുണ്ടായില്ലല്ലോ. വന്ന് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു ടൈം എടുക്കും, എനിമിയ എന്തായാലും കൊടുത്തോന്ന് പറഞ്ഞോട്ടാ. അത് കഴിഞ്ഞപ്പോ ഈ സംഭവം കൊടുത്തു, എനിക്ക് തന്നു. പിന്നെ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ എത്തിയിട്ട് പിന്നെ എനിക്ക് വയറ്റിന്ന് ഒക്കെ ക്ലിയർ ആയി. പക്ഷെ
എനിക്കതിനെ പറ്റി അങ്ങനെ ഭയങ്കര അവിടെ എത്തിയപ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അവിടെ സിസ്റ്റർ എനിക്ക് പറ്റുന്ന വീട് അപ്പൊ തല ഇറങ്ങണ പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടാ, വേദന ഇതായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ ഭയങ്കര വേദനയായി. അപ്പൊ എന്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞു എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ, കുറച്ച് ഇപ്പോഴും ആവില്ല ഡോക്ടർ പറഞ്ഞു കുറച്ച് ടൈം വേണം. അപ്പൊ എനിക്ക് ദൈവം ഇനി എന്തോ പിന്നെ എന്റെ കൺട്രോൾ പോയെന്ന് വെച്ചാൽ ഞാനപ്പോ ഇവരുടെ വേദന കൂടുതൽ പറയുന്നുണ്ട് എനിക്ക് മറ്റേ എപ്പിറ്റോറിയൽ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ അതുണ്ടെന്നു. അപ്പൊ എന്നിട്ടാണ് ആ സിസ്റ്റർ പറയാ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൂടി ഇല്ലാന്ന്. ഞാൻ പിന്നെ ചീത്തൊന്നും വിളിച്ചില്ല. ഞാൻ പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഭയങ്കര ഞാൻ പറഞ്ഞിട്ട് ഞാനിവിടെ അങ്ങനെ ഫെസിലിറ്റി ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയത് പറഞ്ഞു. അതല്ലാണ്ട് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്നത് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു. എപ്പിറ്റോറിയൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ അവിടെ എന്റെ ഇത് പോയി. ബാക്കി പിന്നെ ഞാൻ എന്റെ ദൈവം എന്തോരം നേരം ഞാൻ പറഞ്ഞു എനിക്കിത് ഇനി ഒട്ടും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞോട്ടാ. അങ്ങനെയൊക്കെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ ഞൊണ്ടിയായിട്ട് ക്രിസ്തുവിനെ പിടിച്ച് ഇവിടെ കെടുത്തി. അത് കഴിഞ്ഞിട്ട് ടൈം എടുക്കുമ്പോളെ അങ്ങനെ രീതിയിൽ പറഞ്ഞോട്ടാ. അടിയിൽ ഇങ്ങനെ കുട്ടി പുറത്ത് വന്നത് എപ്പോഴാ? അപ്പൊ ഡോക്ടറെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ കിടുന്നതും ഭയങ്കരമായിട്ട് എനിക്ക് വേദന. അപ്പക്കും കൊച്ച് ഇങ്ങനെ പുഷിങ് അങ്ങനത്തെ ഒരു ഫീൽ വന്നു എനിക്ക്. കൊച്ചിന്റെ തലയൊന്നും പുറത്തേക്ക് വന്നില്ല, അങ്ങനത്തെ ഫീലിംഗ് എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് പുഷിങ് അങ്ങനെ ഇത് വരുന്നു അങ്ങനെ. അപ്പക്കും ആ സിസ്റ്റർ ഓടി വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ കൊച്ചിന്റെ തല കണ്ടു തോന്നുന്നു. പിന്നെ ഡോക്ടർ അപ്പൊ ഇറങ്ങി പോയിട്ടുള്ളൂ. സിസ്റ്ററിന്റെ പരാക്രം വേറെ ആരുമില്ല. അപ്പൊ സിസ്റ്റർ ഓടി വന്നപ്പോ കൊച്ചിനെ കണ്ടു തോന്നുന്നു. അവിടെ സിസ്റ്റർ മാത്രം വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും എന്റെ അവിടെ ഷിഫ്റ്റ് മാറുന്ന സമയങ്ങളായിരുന്നു തോന്നുന്നു. ഡോക്ടറാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. സിസ്റ്ററിനെ ഭയങ്കര പറയാ. സിസ്റ്റർ ആണെങ്കിൽ മറ്റേ ബെഡ്ഷീറ്റ് എന്തൊരു സാധനം പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. കൊച്ചു തട്ടിക്കട. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഒരു അടി നടക്കാം. പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ മറ്റേ ലേബറിന്റെ അങ്ങോട്ടേക്ക് എന്തൊക്കെ പോയി എടുക്കാണ്ട് പറ്റുന്ന നടക്കന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നെ വേറെ എവിടെ നിന്ന് ആരൊക്കെ ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആരൊക്കെ ഒന്ന് മീൻസ് അവിടെ ഷിഫ്റ്റ് മാറാണല്ലോ, ക്ലീൻ ചെയ്യണ ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ വന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല. സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബാക്കി അവിടെ കിട്ടും. അപ്പഴേക്കും പിന്നെ ഡോക്ടർ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇതിനെല്ലാം കോമ്പൻസേഷൻ ഇവളുടെ കരച്ചില് മാത്രം പുറത്തേക്ക് കേൾക്കണില്ല എന്നുള്ളൂ. അപ്പൊ ഞാനും അമ്മയും പുറത്ത് ഇങ്ങനെ പ്രാർത്ഥനയോട് കാത്തിരിക്കുക ഏത് കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ഡെലിവറി നോർമൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു നമുക്കറിയാലോ പുറത്തുള്ള ആൾക്കാരുടെ അവസ്ഥ ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാലോ. അകത്തുള്ള നമ്മളൊന്നും അറിയണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് ഈ ലേബർ റൂമിന്റെ ഡോറ് തുറന്നിട്ട് ഒരു സിസ്റ്റർ ഡോക്ടർ എവിടെ ഒച്ചയില് മറ്റേ ഇവിടെ കോറിഡോർ മറ്റേ വരാന്തയിൽ ഒച്ചയില് ഡോക്ടർ എവിടെ വേറെ സിസ്റ്ററിനോട് ദൂരെയുള്ള സിസ്റ്ററിനോട് ഡോക്ടറോട് വേഗം വരാൻ പറയുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു മൊത്തത്തിൽ പുറത്ത് നോട്ടം. ഞാനവിടെ എന്ത് സംഭവിക്കും? കാരണം ഇവിടെ മാത്രമുള്ള അതിൻ്റെ അത് വേറെ ആരും ഇല്ല. പേടിക്കാൻ വല്ലതും വേണം. എന്റെ ദൈവമേ എന്റെയൊക്കെ എനിക്ക് തോന്നുന്നു അപ്പൊക്കെ ബ്ലഡ് പ്രഷർ നോക്കിയാൽ അങ്ങ് എക്സ്ട്രീമിലായിരിക്കും എന്റെ ബ്ലഡ് പ്രഷർ. ഞാൻ എന്താ സംഭവിച്ച ഡോക്ടറെ വിളിക്കട്ടെ എന്താ അവർക്കൊന്നും പറയാൻ കാര്യമില്ല. കാരണം ഇത്ര ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത് കഴിഞ്ഞ ദൂരെ ഡോക്ടർ ഓടി വരുന്നു. എന്റെ കർത്താവ്. എന്നിട്ട് ഡോക്ടർ ഒന്നും പറയാണ്ട് അകത്ത് കയറി ഞാൻ ചിലപ്പോ ബോധം കിട്ടി വീഴും എന്നോട് BP ഷൂട്ട് ചെയ്തിട്ട്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ലേബർ ഇപ്പൊ തന്നെ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സമാധാനമായി. കാരണം എന്തെങ്കിലും വേറെ കോംപ്ലിക്കേഷൻ ഡോക്ടർ ലേബർ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ അസ്യൂം ചെയ്തു. എന്നാലും ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് പുറത്ത് അപ്പൊ ഞാൻ ഈ ഒരു ദിവസം അവിടെ ഇല്ലാത്തതിന് അല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് എനിക്ക് കുറച്ച് 2-3 മിനിറ്റ് കൊണ്ട് ഞാനും മമ്മിയും അടിച്ച ടെൻഷന് വേറെ കയ്യും കണക്കില്ല. അത്രയ്ക്ക് ടെൻഷൻ അടിച്ചു ഞങ്ങൾ. അപ്പൊ അതാണ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തത്. ഡോക്ടർ വന്നു. അപ്പേക്കും പിന്നെ ഡോക്ടർ വന്ന് പിന്നെ ആള് പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പേക്കും എനിക്ക് 2 പുഷ് ആകുമ്പോഴേക്കും കൊച്ച് പുറത്തേക്ക് വന്നു. പിന്നെ കൊച്ചു വന്നപ്പോഴേക്കും പിന്നെ ഞാൻ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് ഓൾറെഡി എന്താ പറയാ സ്പെക്സ് ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് അത്യാവശ്യം പവറും ഉണ്ട്. പവറുള്ള ആളാ. അപ്പൊ അത് കാരണം എനിക്ക് കൊച്ചിനെ ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഫേസ് കാര്യങ്ങളൊന്നും ക്ലിയർ ആയില്ല. അവരുടെ അടുത്ത് ഇങ്ങനെ പോയി അങ്ങനെ അത് ഞാൻ കണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ ഡോക്ടർ ഞാൻ പക്ഷെ അങ്ങനെ കൊച്ചിൻ വെള്ളമൊക്കെ ഉണ്ടാകുന്ന ഡോക്ടർക്ക് അത്ര ഇതായിരുന്നു.
ഡോക്ടർക്ക് അത് ഇതാവില്ല. കാരണം ഫസ്റ്റ് ഡെലിവറി ഡോക്ടറിനെ എടുത്ത് സെക്കൻഡ് ഡെലിവറി ഡോക്ടറെ എടുത്ത് നല്ല ഡോക്ടറാണ്. ആളായതുകൊണ്ട് നമ്മൾ ചീത്ത വിളിക്കുക. ആളെ മുന്നേ ഞാനൊരു കേറി രാകേഷ് എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ പേര്. അപ്പൊ ഞാനിങ്ങനെ ആളുടെ ഫസ്റ്റത്തെ ഡെലിവറി രണ്ടാമത്തെ അപ്പൊ ആദ്യത്തെ ഇങ്ങനെ ഡോക്ടറിന്റെ പിന്നെ ആ റൂമിൽ ആള് കണക്ട് ചെയ്ത് എടുത്തു. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം അന്ന് കോവിഡ് ടൈമിൽ ഇപ്പുറത്തെ റൂമിലായതുകൊണ്ട് കരച്ചിൽ ഞാൻ ഇവിടുന്ന് ഞാൻ വിളിച്ച് ഞാൻ മാത്രമേ കഴിക്കണമെന്ന് വെച്ചു. പക്ഷെ അതിന്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഫാർമസി ഉണ്ട്. അതിന്റെ പുറത്ത് നിന്നിരുന്ന എന്റെ പപ്പയും മമ്മിയും എല്ലാവരും കേട്ടിട്ട് കരച്ചില്. അല്ല പക്ഷെ ഇന്നത്തെ കരച്ചിലും എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്ക് ആണെന്ന് തോന്നുന്നു. അധികം സിസ്റ്റർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ ഉണ്ടായിരുന്നു ഡെലിവറി സമയത്ത്. ഫോൺ അവിടേക്ക് പോയിട്ട് വേറെ ഹെൽപ്പ് ചെയ്യാൻ ആരും കാരണം ഫോൺ അങ്ങോട്ടേക്ക് പോയിട്ട് ആൾ ഓടി വന്നപ്പോൾ ആള് പറഞ്ഞു ഞാൻ പിന്നെ പള്ളിയുടെ അവിടെ കുർബാനയ്ക്ക് കയറാൻ വേണ്ടി പള്ളിയിൽ പോകാൻ നിൽക്കുക. അപ്പൊ പള്ളിയുടെ അവിടെ ഹോസ്പിറ്റൽ കേൾക്കുന്നുണ്ടായപ്പോ അങ്ങനെ പറഞ്ഞു സിസ്റ്ററിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ഈ കൊച്ചിനെ കാണാൻ ഞാൻ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് എന്ത് കൊച്ചായി ആരും റെസ്പോണ്ട് ഇതിനൊപ്പം ഇഷ്ടപ്പെട്ട ആ ഒരു 2 മണിക്കൂർ കൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല. ലാസ്റ്റ് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ബേബി കേറാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ അപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്തു. മറ്റേ ഡെലിവറിയുടെ മറ്റേ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് തന്നെ ആക്കി. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ താരത്തിനെ കൊണ്ടുവന്നു. ഒറ്റന്ന് കൊണ്ടുവന്നിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് എന്താ പറയാ ഒരു ഇയാനുവിന്റെ ഒരു സെയിം ആയിട്ട് തോന്നി. ഒരു ചേഞ്ചും ആ ഫേസ് ഫസ്റ്റ് എനിക്ക് അവൻ അതുപോലെ തന്നെ തോന്നി. പക്ഷെ അവനേക്കാളും നല്ല ഫെയർ ആയിട്ട് തോന്നി. ഇവിടെ 3 സംതിങ് ആണ്, അവൻ 2 സംതിങ് ആയിരുന്നു. ഇവിടെ ഫുൾ ടൈം ആയിരുന്നെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞോണം അപ്പൊ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പൊ അവസ്ഥ മറ്റേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അടിച്ചു വരാൻ ചേച്ചിനായിരുന്നു പറഞ്ഞേ. ആള് വന്നിട്ട് പറഞ്ഞു നല്ല കൊച്ചിനെ കാണുന്നേക്കും ആള് എന്നെ പോലെ തന്നെ സുന്ദരി ആയിട്ടുള്ള മോളാണ്. ഇത് ഞാൻ കേട്ടിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയില് കുറച്ചധികം നാളുകൾക്ക് ശേഷം ഇപ്പൊ ഞങ്ങള് 30 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്. ഞങ്ങൾ 3 ആൺപിള്ളേര് ഞങ്ങൾക്ക് ഉണ്ടായ ആദ്യത്തെ കുട്ടി ആൺകുട്ടി. അപ്പൊ അങ്ങനെ അവൾക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി ശരിക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. അതവള് മാക്സിമം മുതലെടുക്കുന്നുണ്ട്. 9 മാസമായപ്പോ നല്ല സാമ്പത്തികകാരിയായി വരുന്നുണ്ട്. പിന്നെ പറഞ്ഞോളാം അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റോറി നിങ്ങളിപ്പോ കുറച്ച് അവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി. കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാള് വെള്ളത്തിൽ അതിന്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഇതിനകത്ത് കേൾക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നാളെ നിർത്തില്ല അത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇതിന്റെ ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന കുറെ പ്രേക്ഷകർ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇതിന്റെ അകത്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം ഇത് തെറ്റുണ്ടെന്നുള്ള കാര്യം. ഞാനിപ്പോ പോകുമ്പോ ചിലപ്പോ ഈ നോയിലൊക്കെ കൊണ്ടുപോകുമ്പോ ചില നഴ്സുമാരുടെ ഇങ്ങനെ പഠിക്കണ പിള്ളേരാണ് കൂടുതൽ സംസാരിക്കാൻ ഇങ്ങനെ വരുമ്പോ ഞാനിങ്ങനെ പറയുമ്പോ പറയും ലാസ്റ്റ് ഞാൻ ചെയ്തിട്ട് സമയത്ത് തന്നെ മനസ്സിലായില്ല കൂടുതലൊന്നും പറയില്ല ശരിയെന്ന്. അങ്ങനെ കാര്യങ്ങള് അങ്ങനെയായിരുന്നു. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.